പ്രിസൈസ് ആയിട്ട് ബേസിൽ ജോസഫ് എന്ന ഡയറക്ടർ. ബേസിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയാണ്. ഞാൻ പറയുന്നത് വെറുതെ സോഡക്കുപ്പി കണ്ണട വെച്ച് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നവനല്ല. അത്യാവശ്യം കുറുമ്പനും അത്യാവശ്യം കുസൃതിയും എന്നാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുകയും ബേസിൽ ജോസഫ് എന്ന ആക്ടർ അവൻ ഭയങ്കര നാച്ചുറൽ ആക്ടറാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചുരുക്കി പറഞ്ഞാൽ അവൻ ഭയങ്കരനാണ്. ബേസിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് എത്രത്തോളം അവനെ പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അറിയുന്നിടത്തോളം അവനൊരു അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കയ്യിലിരിപ്പ് എന്താണ്? അവന്റെ എന്നെയും അവനെയും പ്രധാനമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരും ഉള്ളിലൊരു കുട്ടി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ തമ്മിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം. ആ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടാവുന്ന എല്ലാ കയ്യിലിരിപ്പും അവനുണ്ട്. എല്ലാ കയ്യിലിരിപ്പ് അവൻ്റെ അടുത്തുണ്ട്. ഞങ്ങളിപ്പോ സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് അവനിപ്പോ ചൊവ്വയിൽ പോയാലും അവന് ജീവിച്ചു പോകാനുള്ള കയ്യിലിരിപ്പ് അവൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാലോ? ചൊവ്വയിലുള്ള ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഓടിച്ചിട്ടിട്ടാണെങ്കിലും അവനോടെ ജീവിക്കും. അന്യഗ്രഹ ജീവികളൊക്കെ കണ്ടം വഴി ഓടും. അന്യഗ്രഹ ജീവികൾ കണ്ടം വഴി. രൂപേഷ് പീതാംബരൻ എന്ന ഡയറക്ടർ. രൂപേഷ് ഏട്ടൻ എൻ്റെ ഒരു തുടക്ക സമയത്തൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആദ്യം രൂപേഷ് ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ യൂട്യൂബ് റൂട്ടസ് എന്നുള്ള സിനിമ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ചാണ് കുറച്ച് കാലം താമസിച്ചത്. ആക്ടർ പുള്ളി മറ്റേ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പുള്ളി ഞെട്ടിച്ചിട്ട് പോയതാണ് നമ്മുടെ സ്ഫടികം എന്നുള്ള സിനിമയിൽ. അത് കഴിഞ്ഞ് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ഒരുപാട് അവസരങ്ങൾ കിട്ടാതെ പോയൊരു ആക്ടറാണ്. പക്ഷെ മെക്സിക്കൻ അപാരം എന്നുള്ള സിനിമയിൽ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നല്ലോ. ഇനിയും തീർച്ചയായിട്ടും വരും. ടൊവിനോ എന്ന അസിസ്റ്റന്റ് ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ, ഇവരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുന്ന ആർക്കാണ്? അസിസ്റ്റന്റ് ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറിനൊക്കെ വലിയ മാർക്ക് കൊടുക്കാൻ പറ്റും. ആക്ടറല്ലേ? അല്ലേ? കുറച്ചെങ്കിലും അറിയാവുന്ന അതാണ്. എന്തെങ്കിലും അറിയാവുന്ന എന്തെങ്കിലും അറിയാവുന്ന അല്ലേ? ഒന്നെടുക്കാവുള്ളൂ. തവള, പാമ്പ്. താഴ്ന്നെടുക്കാനാണോ? പാമ്പിനെ എടുത്തോളാം ഞാൻ. തവളയോട് പേടിയല്ല. അത് എനിക്ക് ചെറുപ്പത്തില് മറ്റേ പറത്തവള ബേത്തേക്ക് ചാടിയിട്ടുണ്ട്. അതിന്റെ ആയിരിക്കാം. എനിക്ക് പാമ്പിനോട് അത്രയ്ക്കും. പാമ്പിനോട് പേടിയില്ല, തവളയോട് പേടി. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും പാമ്പിനെ പേടിയില്ല, തവളയെ പേടിക്കുന്ന ഒരു മനുഷ്യൻ. അല്ല, അങ്ങനെ പേടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിച്ച് ഓടുമെന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിലും പെട്ടെന്നൊരു എടുക്കാവുള്ളൂ. ക്ലാസ് സിനിമ, മാസ് സിനിമ. എനിടെ ഗപ്പി, എടക്കാട് ബറ്റാലിയൻ. എനിക്ക് ഉറപ്പായിട്ട് അറിയെടുക്കാൻ പോകുന്നതാണ്. എന്താ പറയുന്നത്? ഗപ്പി ആയിരിക്കും. ഗപ്പി വേറെ എന്തൊക്കെയോ രീതിയിൽ ഭയങ്കരമായി ഇഷ്ടമാണ്. ഉർവശി, മഞ്ജു വാര്യർ. അയ്യോ, രണ്ടുപേരും നമുക്ക് വളരെ ഒന്നെടുക്കാൻ പറ്റും സാർ. ആർത്തി കാണിക്കരുത്. മഞ്ജു ചേച്ചിക്ക് നാഷണൽ അവാർഡ് കഴിഞ്ഞ ഉർവശി മഞ്ജു വാര്യർ എന്ന് പറയായിരുന്നല്ലേ? അങ്ങനെ ഞാൻ ആൾക്കാരങ്ങനെ ജഡ്ജ് വേറൊരു ഓപ്ഷൻ തരാം. അഹാന, സംയുക്ത. ഇവിടെ ഇരിക്കുന്ന കാരണം കൊണ്ട് അത് അഹാനയുടെ പേര് പറയട്ടെ. അത് തന്ത്രമാണ്. പറഞ്ഞു കേട്ടോ, അഹാനയുടെ പേരാ പറഞ്ഞു കള്ളം കേട്ടാ. ഇതിനുള്ള ശിക്ഷ കൊടുത്തേക്കണം കേട്ടാ. ഓക്കെ, ഞാൻ പരമാവധി ആളുകളെ മറ്റേ ഇങ്ങനെ ഒരു രീതിയിൽ വിളവ് പിടിച്ചു. ഇച്ഛായ എന്ന വിളി എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ട്രൂ ഓർ ഫോൾസ്? ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിനേക്കാൾ അപ്പുറം എനിക്കത് ഭയങ്കര അന്യമായിട്ടുള്ള വിളിയാണ്. എന്താ കാരണം, അത് ഒരു പക്ഷേ ഒരു കോട്ടയം ബെൽറ്റിൽ മാത്രമുള്ള ഒരു സംഭവമാണ്. എനിക്കത് വിളിക്കുമ്പോൾ വേറെ ആരെയും വിളിക്കുന്ന പോലെ. ഓക്കെ, അപ്പൊ ആമിയിലെ കൃഷ്ണനാകാൻ പേടിയുണ്ടായിരുന്നു. ട്രൂ ഓർ ഫോൾസ്? കുറച്ച് പേടിയുണ്ടായിരുന്നു. ഹേറ്റേഴ്സ്, ഫാൻസ്, ഇവർക്ക് ടൊവിനോ നടന്ന് നൽകാനുള്ള സന്ദേശം എന്താണ്? എല്ലാവരോടും സ്നേഹം തന്നെ. കാര്യം എനിക്ക് ഹേറ്റേഴ്സിനോട് എന്നെ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? ശ്രീബുദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ പറയട്ടെ, അതിനുള്ള ഉത്തരവുണ്ട്. അതായത് ഞാൻ ആരെയും പേഴ്സണലി ഉപദ്രവിച്ചിട്ടായിരിക്കില്ല എനിക്ക് ഹേറ്റേഴ്സ് ഉണ്ടായിരിക്കുന്നത്. എന്തിന്റെ പേരിലായിരിക്കും എനിക്ക് ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടാവുക? ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ ഇഷ്ടപ്പെടാത്തതായിരിക്കാം. അപ്പൊ അതിന് ഞാൻ ചെയ്യുന്ന വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെടുമെന്ന് നോക്കൂ. ഈ ഹേറ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമുക്ക് ഫാൻസ് ആവണമെന്നല്ല, ചിലപ്പോൾ ഹേറ്റഡ് ഒന്ന് മാറാൻ സാധ്യത. മനസ്സാ വാച കർമ്മണ വിചാരിക്കാത്ത കാര്യങ്ങൾക്കായിരിക്കും ആൾക്കാർക്ക് നമ്മുടെ വിരോധം ഉണ്ടാകും. അത് ജീവിത രീതിയാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? അവർക്ക് സ്നേഹം മാത്രം. സ്നേഹം. നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, ഞാൻ സ്നേഹം. സ്നേഹം. പിന്നെ അവർക്ക് വേറെ സ്നേഹം. ഇവിടെയും കുറച്ച് സ്നേഹം. എനിക്ക് കമ്മീഷൻ തരാന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ സ്നേഹത്തിന്. ഏത് സ്വന്തം സിനിമയിൽ ടൊവിനോ ഏറ്റവും അധികം കണ്ടിട്ടുള്ള സിനിമ ഏതാണ്? ഏറ്റവും കൂടുതൽ എനിക്ക് ഉറപ്പായിട്ട് അറിയാം. ചില സിനിമകൾ ടൊവിനോ ഒരുപാട് കണ്ടിട്ടുണ്ട്. സത്യം പറ.
ഗപ്പി ഉണ്ടായിരിക്കും. ഗപ്പിയായിരിക്കണം. സ്വന്തം പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? എനിക്ക് മായാനദിയിലെ മിഴിയിൽ നിന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടു. സിനിമയിൽ നൽകുന്ന സൗഭാഗ്യങ്ങൾക്കൊപ്പം മിസ്സായി പോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? സൗഭാഗ്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി വരുമ്പോഴും മിസ്സായി. ബി ഓണസ്റ്റ്. ഓക്കെ, ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോഴെങ്കിലും, എപ്പോഴും അല്ല ഞാൻ പറഞ്ഞു, ചിലപ്പോഴെങ്കിലും നമ്മളും ഈ സാധാരണ മനുഷ്യരാണ് എന്നുള്ള കാര്യം ആളുകൾ എനിക്ക് ഒരു ആശുപത്രിയിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആൾക്കാർ സെൽഫി എടുക്കാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. വേറെ ഒരു പബ്ലിക് സ്ഥലത്ത് എവിടെയോ റോട്ടിലോ വേറെ ഏത് ഫംഗ്ഷൻ ഇടയ്ക്ക് എനിക്ക് ആശുപത്രി, അതുപോലെ ചില സ്ഥലങ്ങളില്ലേ നമ്മൾ ഒരു കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ, അതായത് ഒരു പ്രൊപ്പറേറ്റ് ഇല്ലാതെ ആൾക്കാർ പെരുമാറും, അങ്ങനെയൊക്കെ ചെയ്യും. എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ പുറത്തു പോകുന്ന സമയത്താണെങ്കിൽ ആളുകളുടെ സ്നേഹമാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ കൊച്ചിനെയൊക്കെ ഇങ്ങനെ തട്ടിയിട്ടുകൊണ്ട് എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നവരോട് എനിക്ക് തിരിച്ച് സ്നേഹം തോന്നില്ല. അവർക്കും എല്ലാവരും എന്താ പറയാ, എക്സൈറ്റ്മെന്റിന് അപ്പുറത്ത് ഒരു കോഡ് ഓഫ് കോണ്ടക്ട്, ഒരു പെരുമാറ്റം നമുക്കെല്ലാം. എനിക്കത് എൻ്റെ ഫാമിലിക്ക് ആ ഒരു പ്രൈവസി പലപ്പോഴും കൊടുക്കാൻ പറ്റുന്നില്ല.